നമസ്കാരം ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് സെയിം സ്ഥലത്ത് തന്നെ ഇന്ന് നമ്മുടെ പ്രഗതി മൈതാൻ ഭാരത് മണ്ഡപം. അന്ന് നമ്മൾ വണ്ടികളുടെ എക്സിബിഷനാണ് വന്നത്. ഇന്ന് എൻ്റെ ഫ്രണ്ട് സഞ്ജീവ് കുമാർ അവൻ എന്നെ വിളിച്ചു. നമ്മൾ ബുക്ക് ഫെയർ പറഞ്ഞില്ലേ, അപ്പോൾ അവൻ്റെ ജോലി തന്നെയാണ്, അവൻ്റെ ബിസിനസ് ബുക്കിൻ്റെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് വാ, എൻ്റെ കയ്യിൽ പാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓടിപ്പിടിച്ച് ഞാനിപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിന് കയറുന്ന ചില പാസ് വേണം, അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്തിരിക്കണേ ഞാനിപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ബുക്ക് ഫെയറിൽ വന്നത് കാരണം ജനങ്ങളുണ്ട്, ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ നോക്ക് മക്കളെ, ഇഷ്ടംപോലെ ജനങ്ങൾ. ഇതേ നമ്മുടെ പൊളിറ്റീഷ്യൻ മിസ്റ്റർ സഞ്ജീവ് കുമാർ. സഞ്ജീവ് കുമാറല്ല കേട്ടോ, സഞ്ജു അവൻ നമ്മുടെ സഞ്ജയത്തിൻ്റെ സഞ്ജുവാണ്. കണ്ട ഫുള്ള് ഇന്ന് ഫോമിലവൻ. അപ്പോൾ ഇവൻ്റെ ഞാൻ ബുക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടിയിലായിട്ട് തരാം. ഇവനും ബുക്കിൻ്റെ ഇതാളുണ്ട്. അപ്പോൾ നല്ല സെക്യൂരിറ്റി ഒക്കെ ഇവിടെ. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പബ്ലിക്കേഷൻസ് ഇൻ ഇന്ത്യ, റൂപ പബ്ലിക്കേഷൻ. ജനങ്ങളുടെ തിരക്കുണ്ട മക്കളെ, എന്തോരം ബുക്കുകളവിടെ. ഇതാണ് NBT ഇന്ത്യ. ഇവരാണ് ആക്ച്വലി ഈ ബുക്ക് ഫെയർ നടത്തുന്നത് ബേസിക്കലി. ജനങ്ങളെ കണ്ട. അപ്പോൾ ബുക്ക് വായിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. CBSPD പബ്ലിഷേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കണ്ട. മെഡിക്കൽ, ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ്, എഡ്യൂക്കേഷണൽ ബുക്സ് എല്ലാതും ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഈ ട്രേഡ് ഫെയറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബുക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടെ കിട്ടും, കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ടും എല്ലാതും. അപ്പോൾ നമ്മൾക്കൊന്ന് കറങ്ങിയിട്ടൊന്ന് കാണാം ഇവിടെ എന്താ സംഭവങ്ങളുള്ളത്. എനിക്കും ഒരു 2-3 ബുക്ക് മേടിക്കണമായിരുന്നു, പക്ഷേ ഫൈനാൻസസ് കുറച്ച് കുറവാണ്. പക്ഷേ ബുക്ക് കുറവിന് കിട്ടുമെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ. ഞാൻ ഇവൻ്റെ കോൾ വന്നപ്പോൾ അപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ചിറങ്ങി. 1 മണിക്ക് ഇറങ്ങിയാൽ 25 മിനിറ്റ് എടുത്ത് എനിക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെട്രോയിൽ വന്നത് ഇവിടെ മറ്റേ വണ്ടികളുടെ എക്സിബിഷന് വേണ്ടിയിട്ട്. ഇന്ന് ബുക്കിൻ്റെ എക്സിബിഷൻ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ പ്രഗതി മൈതാനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾക്കിത് നല്ലൊരു ഇതാണ് ബേസിക്കലി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനും ഉണ്ട്, കാണാനും ഉണ്ട്. യു ഗെറ്റ് മീ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഈ ഫെയർസും, കാരണം എക്കണോമിക്കലി നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ് ബൂസ്റ്റിംഗ് ഇങ്ങനത്തെ ട്രേഡ് ഫെയർസും അതൊക്കെ. അപ്പോൾ നിങ്ങൾ ഡൽഹിയിലെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഡൽഹിക്ക് വന്നിട്ടെന്ന് വെച്ചാൽ ഇത് കാണാണ്ട് പോകരുത്. പ്രഗതി മൈതാനിൽ എന്തായാലും വരണം. എന്ന് വെച്ചാൽ ഭാരത് മണ്ഡപം. ഇന്ന് പ്രഗതി മൈതാനിൽ ഇന്ന് ഭാരത് മണ്ഡപം എന്നാണ് ഇതിനെ പറയുന്നത്. ദി അറ്റ്ലാന്റിക് ബുക്സ്. ഇവിടെ പല ബുക്കുകളുണ്ട്, നമുക്ക് ഒന്ന് കയറിയിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ഹിന്ദി പബ്ലിക്കേഷൻസാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴയ പബ്ലിഷിംഗ് ഹൗസസ് ഇല്ലേ, അവരൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. സ്പെഷ്യലി നമ്മൾ ഈ ഹാളിൽ കയറുക. അപ്പോൾ എല്ലാ ഒരു നല്ലോണം സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നല്ല ലെവലിൽ അവർ എന്ന് വെച്ചാൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. പിന്നെ കുറേ റിലീജിയസ് ബുക്സും എല്ലാതും ഉണ്ട്. ഈവൻ മുസ്ലിംസിൻ്റെയും സിഖിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും എല്ലാ റിലീജിയസ് ബുക്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ അവിടെയുണ്ട്, ഖുറാനിക്കിൻ്റെ ഇതുണ്ട്, പലതും ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ആൾക്കാർ കയറി അവർക്ക് പല ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇവിടെ സാഹിത്യകർ, ബീഹാറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. കുറേ റൈറ്റേഴ്സും ഇവരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടോ, ഇവരൊക്കെ നല്ല വലിയ പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ആട്ടോ. പിന്നെ ബീഹാറിന് നമ്മൾക്കറിയാലോ സാഹിത്യം എങ്ങനെയാണെന്ന്. ഇതേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾ. ഒന്നായി ചേരാം, ഒന്നായി വായിക്കാം, എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ ഇവിടെ. സാത്ത് ജുഡേ സാത്ത് പഠേ. ഓക്കെ, സൗദിയിലുള്ള ആൾക്കാർക്ക് കിങ് ഫഹദ് നാഷണൽ ലൈബ്രറിയുടെ ഇതാണിത്. കണ്ട പിക്ചേഴ്സ്. അയ്യുനൽ ജവാ ഗവർണേറ്റ്, നോർത്ത് വെസ്റ്റ് ഓഫ് അൽ കാസിം റീജിയൻ, ഷോയിങ് സം ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്. കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് അവരുടെ ഹിസ്റ്ററിയുടെ, സൗദിയുടെ. കണ്ടോ, ദുബായ് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ദുബായ് തിരിച്ചു വിടില്ല. അത് കണ്ട, ഷാർജ ബുക്ക് അതോറിറ്റി അവരുടെ ഉണ്ട് ഇവിടെ സ്റ്റോള്. ഇവിടെ നമ്മുടെ കണ്ട ഷെയ്ഖ് കാസ്മീം. അപ്പോൾ ഷാർജയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി കമ്മിങ് ഫ്രം ഡൽഹി. വേൾഡ് ബുക്ക് ഫെയറിൽ ഇന്ത്യൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ
ബുക്ക് യുവർ സ്പേസ് ഹിയർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം ഷാർജയാണ് എന്നൊന്ന് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല സ്പേസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന വെച്ചാൽ ബുക്ക് ചെയ്യാം. ബേസിക്കലി ഒരു സ്പേസ് എടുക്കുന്ന വെച്ചാൽ എത്രയാണ് ഇവിടെ? All taxes and all, it will cost around a lakh of rupees. ഓൾമോസ്റ്റ് 1,00,000 റുപ്യ എത്ര ടാക്സ് 3x3 സൈസിൻ്റെ ഇതിൽ 1,00,000 റുപ്യ ആവുന്ന അത്ര. നിങ്ങളുടെ എന്തെങ്കിലും ബുക്കിൻ്റെ ബിസിനസ് എന്ന് വെച്ചാൽ ട്രേഡ് ഫെയറിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സിബിഷനിൽ ചെയ്യുന്ന വെച്ചാൽ ഓൾമോസ്റ്റ് 1.5 ലക്ഷം അല്ലേ, 1.5 അല്ലേ, സൈസ് അനുസരിച്ചിട്ട് അതനുസരിച്ചിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്നുള്ളത് വെച്ചാൽ ഡീറ്റെയിൽ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലിടാം. കാരണം നമ്മളെ സഞ്ജു ഉണ്ടല്ലോ, ആള് ബുക്കിൻ്റെ വില്ലാതി വീരനാണ്. അവൻ്റെ കുറേ കൊല്ലങ്ങളായിട്ടുള്ള ബിസിനസ് അത്. ഹാർപ്പർ കോളിൻസ് പബ്ലിഷേഴ്സ്, ഇവരൊക്കെ ഇൻ്റർനാഷണൽ ബുക്ക് പബ്ലിഷേഴ്സ് ആട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാം. കാരണം ഇവർ ഭയങ്കര ഫേമസ് ബുക്ക് പബ്ലിഷേഴ്സാണ്. നമ്മൾക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇത്, ഞാൻ എപ്പോഴും വായിക്കണം കേട്ടോ ബുക്ക്. എന്ന് വെച്ചാൽ എന്തായാലും ഈ മൊബൈൽ വന്നേ പിന്നെ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. ഇതിലൊന്ന് കയറി നോക്കാം. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ജോയ ലുക്കാസിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവുമെന്ന്? കണ്ട, ഇതൊക്കെ ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫീസും ഒക്കെയാണ് ആൾക്കാരുടെ. ഇങ്ങനത്തെ കുറേ ജനങ്ങളുടെ ബുക്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ വായിക്കേണ്ടതാണ്, ഒരു ഇൻസ്പിറേഷന് വേണ്ടി അറ്റ്ലീസ്റ്റ് എങ്കിലും. യുനോ, നമ്മൾ ഈ ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫീസും ഒക്കെ സ്പെഷ്യലി ഫേമസ് ആൾക്കാരുടെ വായിച്ചിരിക്കുന്നതാണ്. സ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, ഇലോൺ മസ്കായി, ഇതിപ്പോൾ ഞാൻ കണ്ടില്ല, ജയ് ഷെട്ടി, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ. ജയ് ഷെട്ടി ഒരു വലിയൊരു യൂട്യൂബറും കൂടിയാണ്. അവരൊക്കെ ഒരു ഓൺട്രപ്രണറായി മാറിയതിന് പിന്നെ യൂട്യൂബറിൽ നിന്ന് ഓൺട്രപ്രണറായി മാറിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരുടെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വി ആക്ച്വലി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പൺ ഇൻ ദെയർ ലൈഫ്. അപ്പോൾ അവരുടെ സ്ട്രഗിൾസും ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ ഭയങ്കര രസം തന്നെയാണ് അങ്ങനത്തെ ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ. ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് വന്നേ പിന്നെ ബുക്ക് വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. മനസ്സിലായോ? നമ്മളുടെ കുട്ടികളെ വരെ നമ്മൾ ആക്ച്വലി ഇൻസ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യണം ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യാറില്ല. ഇപ്പം നമ്മൾക്ക് തന്നെ സമയം കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് പറയാം, ഓക്കെ അവരിപ്പോൾ കൂടുതൽ സമയം ഐപാഡിലൊക്കെ ഇതാവുന്നതുകൊണ്ട് നമ്മളതൊന്നും നോക്കാറില്ല. പക്ഷേ ഈ സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരണം അവരെ. ഞാൻ ഈ അവനെ കൊണ്ടുവരുന്നുണ്ട്, ഫ്രൈഡേ വരെ ഉണ്ട്. എന്തായാലും അതിന് മുമ്പ് ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കും. ആൻഡ് വി ഹാവ് ടു ഇൻസ്പയർ ദം അബൌട്ട് ദി ബുക്സ്. കാരണം ഒരു ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണ്. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇത് കണ്ടിട്ട് ഐ എം സോ എന്ന് വെച്ചാൽ ത്രിൽഡ് ടു സീ ദാറ്റ് ദിസ് മച്ച് പീപ്പിൾ ആർ സ്റ്റിൽ കമ്മിങ് ടു സീ ആൻഡ് ബൈ ബുക്സ്, ടു അണ്ടർസ്റ്റാൻഡ് different cultures, to understand different traditions, to understand fiction, non-fiction, അങ്ങനെ പല സംഭവങ്ങളും. പിന്നെ ഹൗ ടു ബിൽഡ് എ കാർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. നമുക്ക് തന്നെ സ്വന്തം വേണ്ടിച്ച ഒരു വണ്ടി ഫുള്ളുണ്ടാക്കാം. ആ ബുക്ക് മതി. എഡ്യൂക്കേഷൻ ഈസ് വെരി ഗുഡ്. അത് മനസ്സിലാക്കണം. അത് ഭയങ്കര വാല്യുബിൾ ആണ് നമ്മൾക്ക് എഡ്യൂക്കേഷൻ. സോ വി ഷുഡ് എഡ്യൂക്കേറ്റ് അവർ സെൽഫ്. അല്ലാണ്ട് മറ്റേ സ്കൂളിൽ പോയിട്ട് ഇത് ചെയ്തതും മാത്രമല്ല, ഇതും തന്നെ പല നമ്മളുടെ ടോപ്പിക്സിനെ പറ്റി നമ്മൾ കവർ ചെയ്യുക, നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സിനെ പറ്റി കവർ ചെയ്യുക, പ്ലസ് അതിൻ്റെ ബുക്സ് വായിക്കുക, അത് മേടിച്ച് വായിക്കുക, കളക്ട് ചെയ്യുക. അതന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ പാട്ടും കൂത്തൊക്കെ ഉണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, എം ടി ആയിരുന്നു. കണ്ട, മൈത്രേയി ആൻഡ് ഫ്രണ്ട്സ്, ഹാർഗുൻ കോർ ലൈവ്, പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. 11 മണി വരെ ഉണ്ട് ഇത് ആക്ച്വലി രാത്രി. ഇപ്പം എന്തോ സംഭവം നടക്കുന്നുണ്ട് അവിടെ, നമുക്കൊന്ന് നോക്കാം എന്താന്ന്. ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാതും ഫ്രീ എൻട്രിയാണ്. ഇവിടെ അറിഞ്ഞൂടാ ഫ്രീ ആണോന്ന് കാണാം. ഓ എൻ്റെ മോൻ, എന്താ ജനങ്ങൾ. ആ, ഇത് റഷ്യൻ ആൾക്കാരുടെ ഡാൻസ്. ഇത്
നല്ലൊരു ഓഡിറ്റോറിയമായിട്ട് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ട ജനങ്ങൾ കണ്ട ഇവിടെ ഇത് കണ്ടില്ലേ, ഇരിക്കാനുള്ള നല്ല സ്ഥലവും ഓപ്പൺ എയറിൽ VIP സീറ്റിംഗും ഉണ്ട്. അതുകൊണ്ടാ റഷ്യൻ ഡാൻസേഴ്സ് ഇവരൊക്കെ. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഉച്ചയായി, നമുക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചതേ. നിങ്ങൾക്ക് പോലീസിനായിട്ട് വല്ല പ്രശ്നങ്ങൾ വേണമെന്ന് വെച്ചാൽ ഇതിവിടെ വരാം, പോലീസ് ഹെൽപ്പ് ഡെസ്ക്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറേ ഇതുണ്ടാക്കിയിട്ടുണ്ട്, എന്താ പറയുക, ഫുഡ് കോർട്ട്. ഇതേ അപ്പുറത്തന്നെ ആ കാണുന്നതാണ് ഫുഡ് കോർട്ട്. അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. സമയം എത്ര ഇപ്പോൾ? സമയം ഓൾമോസ്റ്റ് 2:30. ഫുഡ് കോർട്ട് വരെ എൻ്റെ തിരക്ക് നോക്കിയാൽ എൻ്റെ അമ്മ ഇന്ന് ഭക്ഷണം കിട്ടോ, അത്രയും ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. സഞ്ജീവ് ഉണ്ടല്ലോ, ടോക്കൺ ഏരിയ എവിടെയെന്ന് നോക്കാൻ പോയി, ഇപ്പോൾ അവനെ കാണാനില്ല. ഇനി അവനെവിടെ നിന്ന് അന്വേഷിച്ചു. കുട്ടികളായിട്ട് വരുന്ന സൂക്ഷിക്കുക, മിസ്സായി കഴിഞ്ഞാൽ പോയി. ആൾ കൊള്ളാല. അതേ ചോലപ്പെട്ട് പറക്കാണ്ടിരുന്നാൽ മതി. അവൻ രണ്ടെണ്ണം പിടിച്ചു. അയ്യോ, കാറ്റത്ത് പറക്കാണ്ടിരുന്നാൽ മതി. ഞാൻ വിചാരിച്ചു കാറ്റത്ത് പറന്നു പോകുന്നത്. അടിപൊളി ചോല. എത്രയാടാ? അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഒന്ന് റിലാക്സ് ആയിരുന്നു. ഭക്ഷണം 150 റുപ്യ ഒരു പ്ലേറ്റ് ചോലപ്പെട്ടൂരെ, പിന്നെ 2 കോക്കോ ഒരു വെള്ളം 100 റുപ്യ. അത് പിന്നെയും കുഴപ്പമില്ല, അത് പുറത്തെ റേറ്റ് തന്നെയാണ്. പക്ഷേ ചോലപ്പെട്ടൂരെ സാധാരണ നമുക്ക് 100-120 റുപ്യക്ക് പുറത്ത് കിട്ടുന്നതാണ്. കുഴപ്പമില്ല, എന്നാലും ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഓൾസോ ദാറ്റ് യു കനോട്ട് അഫോർഡ്. ഇറ്റ്സ് ക്വൈറ്റ് ചീപ്പ്, യുനോ. സോ ഫുഡ് ഈസ് ക്വൈറ്റ് ചീപ്പ്. ഇത് കണ്ടില്ലേ ജനങ്ങളുടെ തിരക്കുണ്ടാവായി. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇത് 11 മണി വരെ ഉണ്ടേ. ഇപ്പോൾ ഇഷ്ടം പോലെ ജനങ്ങൾ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോണ ആരും കാണുന്നില്ല, പക്ഷെ വരനാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്ന് പറഞ്ഞാൽ ഹാള് ഡിഫറെൻറ്റ് ഹാളാണ്. നമ്മളിപ്പോൾ പോയത് ഹാൾ നമ്പർ 5 മാത്രം പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് യാവിനെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബേസിക്കലി ഇവിടെ ഫുള്ള് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ ബുക്സും ബയോഗ്രഫീസും ഒക്കെയാണ് കൂടുതലും ഹാൾ നമ്പർ 5 കിട്ടുന്നത്. പിന്നെ ചിൽഡ്രൻസ് ബുക്ക് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹാൾ നമ്പർ 6. അപ്പോൾ 4-5 ഹാളുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല. അപ്പോൾ 4-5 ഹാളുണ്ട്. അപ്പോൾ യാവിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നേരെ ഹാൾ നമ്പർ 6 കൊണ്ടുപോകാം. അവനക്ക് എന്തെങ്കിലും ബുക്ക് മേടിക്കണമെന്ന് വെച്ചാൽ കുട്ടികളുടെ കിഡ്സ് ബുക്സ് സെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ വരണമെന്ന് വെച്ചാൽ അതൊന്ന് ആലോചിച്ച് വരാം. കാരണം ഡിഫറെൻറ്റ് ഹാൾസിൽ ഡിഫറെൻറ്റ് ബുക്സിൻ്റെ ഇതാണ്. ഇന്നിവിടെ നല്ല കാറ്റുണ്ട്. ഇന്നലെ മുതൽ ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടില്ല, നല്ല കാറ്റുണ്ട് ഇവിടെ. ചൂട് തണുപ്പൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു മിഡിൽ ടൈപ്പ് ഒരു ക്ലൈമറ്റ്. അപ്പോൾ ഈ ലെതർ ജാക്കറ്റിന് എനിക്ക് കുറച്ച് ചൂടായിട്ട് തോന്നുന്നു. ഇപ്പോൾ പാർക്കിങ്ങിന് ഇവിടെ നമ്മളുടെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉണ്ട്. 2 വീലറിന് 50 റുപ്യായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് വന്നത് ബേസിക്കലി. ഇവിടുന്ന് ആണ് ബേസ്മെൻറ്റ് പാർക്കിംഗ്. ഇപ്പോൾ സംഭവം ഫോർ 12 hours 50 rupees ബേസ്മെൻറ്റ് പാർക്കിംഗ്. ഇനി വണ്ടി എവിടെ പാർക്ക് ചെയ്തതെന്ന് മറന്നുപോയി. ഞാൻ അത് അന്വേഷിക്കാൻ, എനിക്ക് എപ്പോഴുള്ള പ്രശ്നം ഇത്. സംഭവം ഈസി തന്നെ കേട്ടോ. നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് 2 വീലേഴ്സിൻ്റെ പാർക്കിങ്. അവിടെയാണ് നമ്മുടെ വണ്ടി ഉള്ളത്. വണ്ടി വന്ന പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ഈസിയായി പോകാനും വരാനും. അപ്പോൾ അങ്ങനത്തെ എൻ്റെ മെട്രോ കാർഡ് ഞാൻ പാമിന് കൊടുത്തു. അപ്പോൾ പാമാണ് ഇപ്പോൾ എൻ്റെ മെട്രോ കാർഡ് ഉപയോഗിക്കുന്നത്. ഗായ്സ്, ഞാനുണ്ടല്ലോ വീട്ടിൽ പോണ വഴിയായിരുന്നു വണ്ടി ഓടിച്ച്. അപ്പോൾ ഞാൻ ഈ സ്ഥലം ഒന്ന് കണ്ടു. ബേസിക്കലി നമ്മളുടെ ഡൽഹിയിലെ റോഡ് വേസ് ഞാൻ എപ്പോഴും നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടല്ല കാണിച്ചത്. ഞാൻ വിചാരിച്ചു ഒന്ന് ഇതിൻ്റെ നമ്മുടെ ഗ്രീനറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡൽഹിയുടെ ഇത് കണ്ട ഈ സ്ഥലം നോക്കട്ടെ. ഇതൊക്കെ ഓഫീസേഴ്സ് ക്ലബ്ബും പിന്നെ ഇതേതാണ് ഭഗവാൻ വാൽമീകി ആശ്രമം. ഇങ്ങനെ പല ഫോറസ്റ്റഡ് ഏരിയയാണ് ഇത്. ബേസിക്കലി പണ്ടത്തെ ഡൽഹി ഇന്ന് ആ ഗ്രീനറി ഇപ്പോഴും വെച്ചിട്ടുണ്ട് അവർ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ യു ദിസ് പ്ലേസ്. ഇത് കണ്ട എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയത്. ഇവിടെ വാക്ക് വേ ഉണ്ട്. പിന്നെ ഇത് കണ്ട ഇതൊക്കെ ഫുള്ള് നമ്മുടെ ഗ്രീനറി ഈ ഭാഗത്തൊക്കെ. ഇത് കണ്ട. So if you see, most of the Delhi is actually very beautiful, very pretty, so green. ഇതണ്ട, ഇത് ഡൽഹി റോഡ് വൈസാ. നോക്കിയാൽ എത്ര നല്ല രീതിയിൽ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നു. നോക്കിയാൽ ഇതല്ലേ
ഇറ്റ്സ് സോ ഗ്രീൻ, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്നൊക്കെ വണ്ടി ഓടിച്ചു പോകാന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമാണ്, നല്ലൊരു രസമാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുക. എനിക്ക് ഇനിയും ഇവിടുന്ന് 9 മിനിറ്റ് ഉണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു, ജസ്റ്റ് ഒന്ന് to enjoy this scene. ഓക്കെ ഗൈസ്, നമ്മളിന്ന് ബുക്ക് ഫെയർ കവർ ചെയ്തു. ഇനി നമ്മൾക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഡൽഹിയിൽ. ഡൽഹി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ബൈക്ക് വന്നുകൊണ്ട് നമുക്ക് എവിടെ വേണ്ട വെച്ചാലും എപ്പോൾ വേണ്ട വെച്ചാലും നമുക്ക് പോവാം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സൗകര്യമായി സത്യം പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രഗതി മൈതാനിൽ പോയത്, പ്രഗതി മൈതാനിൽ എൻ്റെ വായിലിപ്പോഴും വരുന്നത് ആക്ച്വലി അതിപ്പോൾ ഭാരത് മണ്ഡപമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭാരത് മണ്ഡപത്തിൽ പോയപ്പോൾ ഞാൻ മെട്രോ വഴിയാണ് പോയത്. അത് നല്ല സുഖമായിരുന്നു ട്രാവലൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ട്രാവലിംഗ് നമ്മൾ കുറേ സമയം പോകുന്നു. ഇതിലെനിക്ക് ആകെ ബൈക്കിൽ 25 മിനിറ്റ്സ് ആകെ എടുത്തുള്ളൂ. മെട്രോയിൽ പോയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ 1 hour എടുത്തു. പിന്നെ അവിടെ നിന്ന് നടന്ന് പോവുക ഇതൊക്കെ. ഇതാവുമ്പോൾ നമ്മൾക്ക് പാർക്കിംഗ് തന്നെ ബേസ്മെൻറ്റിൽ തന്നെ പാർക്കിംഗ് കിട്ടി. അങ്ങനെ പല ഫെസിലിറ്റീസും ബേസിക്കലി അവിടെ ഭാരത് മണ്ഡപത്തിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് റിയലി ഗുഡ്. അവർ ഓർഗനൈസ് ചെയ്തിരുന്നതും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സോ ഐ ആക്ച്വലി ലവ്ഡ് ദ വേ ദേ ഹാവ് ഓർഗനൈസ്ഡ് എവറിത്തിങ് ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി ടു ഫൈൻഡ് വിച്ച് place is where. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ലോഗ്. ഇഫ് യു ലൈക്ഡ് ഇറ്റ് പ്ലീസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ജറൂർ കീജിയേഗ. മനസ്സിലായില്ലേ? കാരണം ഞാൻ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിൽ എല്ലാത്തിലും ഞാൻ റിപ്ലൈ മോസ്റ്റ്ലി തരാറുണ്ട് എല്ലാവർക്കും. ആൻഡ് ഇറ്റ് ഗിവ്സ് യു മോർ മോട്ടിവേഷൻ ഓൾസോ. കാരണം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് അടിക്കുമ്പോഴും അതിൽ കമൻറ്റ് എഴുതുമ്പോഴും കമൻറ്റ് എഴുതുമ്പോഴും അത് കാണുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. സോ ഐ നോ ദാറ്റ് യു ആർ വാച്ചിങ് ഇറ്റ് ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് മീ ഓൾസോ ടു മേക്ക് കണ്ടന്റ് ലൈക്ക് ദിസ്. സോ ആസ് ഐ സെഡ്, ഇഫ് യു ലൈക്ക് ദിസ് വ്ലോഗ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ കാണാം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.